വേദിയിലിരിക്കുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, പട്ടാമ്പി നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ഒ ലക്ഷ്മിക്കുട്ടി, നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി, അതോടൊപ്പം തന്നെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ, ആമുഖ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ എച്ച് കെ സന്തോഷ്, പ്രകാശൻ മാഷ്, അതോടൊപ്പം PWD പ്രസന്ന ടീച്ചർ തുടങ്ങി വേദിയിലും സദസ്സിലുമിരിക്കുന്ന അധ്യാപകർ, ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള പട്ടാമ്പി കോളേജിലെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് വിശദമായിട്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് മുതിരുന്നില്ല. പട്ടാമ്പി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അംഗീകാരമാണ് നമ്മൾ തേടിയെത്തിയിരിക്കുന്നത്. അത് നാക്കിൻ്റെ റീ അക്രഡിറ്റേഷനിൽ കേരളത്തിലെ ഒരു സർക്കാർ കോളേജിന് ലഭിച്ച ഗ്രേഡിൽ ഏറ്റവും ഉയർന്ന പോയിന്റ് നേടിയ കോളേജായി പട്ടാമ്പി കോളേജ് മാറിയിരിക്കുകയാണ്. പട്ടാമ്പിയിലുള്ള ഇവിടുത്തെ പഠിച്ചു പോയവർക്ക്, ഇവിടെ പഠിക്കുന്നവർക്ക്, ഈ പരിസരത്തുള്ളവർക്ക്, ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക്, ഞാനടക്കമുള്ളവർക്ക്, നമ്മുടെ ഗവൺമെൻറ്റിന് എല്ലാം അഭിമാനിക്കുന്ന ഒരു നേട്ടമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 6 വർഷത്തെ വലിയ വികസന പ്രവർത്തനങ്ങൾ, അതിനു മുമ്പ് ഉണ്ടായിരുന്ന കാലങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഈ നേട്ടത്തിന് അർഹമാക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച റാങ്കുകൾ എപ്പോഴും പട്ടാമ്പി കോളേജിനെ തേടി വരാറുണ്ട്, എല്ലാ കോഴ്സുകളിലും. അതോടൊപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും പല മേഖലയിലും കഴിവ് തെളിയിച്ചവരാണ്. കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന സംവിധാനമായി ഇവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം മാറിയിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇവിടെ നിന്നുള്ള റിസർച്ചുകൾ പോലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ചരിത്രപ്രധാനമായ ഒരു ക്യാമ്പസാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പുതുശ്ശേരി നമ്പിയുടെ ക്യാമ്പസ്. വർഷങ്ങൾ, നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇപ്പോഴും അഭിമാനത്തോടു കൂടി നിലനിൽക്കുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനം മാറിയിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എനിക്കും വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 6 വർഷക്കാലം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 6 വർഷക്കാലം നടന്ന വികസന പ്രവർത്തനങ്ങൾ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 30-35 വർഷമായി പ്രഖ്യാപിക്കപ്പെടുകയും പലതവണ തറക്കല്ലിടുകയും ഒക്കെ ചെയ്തു. എന്നാൽ പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു നമ്മുടെ സയൻസ് ബ്ലോക്ക്. അതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുകയും 3.5 വർഷം കൊണ്ട് റെക്കോർഡിട്ട ഒരു PWD സെഷന് കീഴിൽ ഇത്രയും വലിയൊരു കെട്ടിടം നിർമ്മിച്ചത് റെക്കോർഡാണ്. 3.5 വർഷം കൊണ്ട് അതിന് ഒരുപാട് നൂലാമാലകൾ മാറ്റി അത് പ്രവർത്തി തുടങ്ങിയെന്ന് മാത്രമല്ല, അതിനിടയ്ക്ക് ഫണ്ട് കുറവായി അഡീഷണലായിട്ട് ഏതാണ്ട് 5.5 കോടി രൂപയോളം അഡീഷണലായി പാസ്സാക്കി ആ സയൻസ് ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കി കുട്ടികൾക്ക് അത് തുറന്നു കൊടുത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. ഇവിടെയുള്ള ഇന്റേണൽ റോഡുകളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിലാണ് നവീകരിച്ചത്. അതോടൊപ്പം തന്നെ IT ഹബ്ബ് അതും ഈ കാലഘട്ടത്തിലാണ് പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞത്.
കവിതയുടെ കാർണിവൽ നടക്കുന്ന പട്ടാമ്പി കോളേജിൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന പരിപാടികൾ നടത്താൻ കഴിയുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയവും ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ചൊരു ക്യാമ്പസ് ആയിട്ട് ഒരു സർക്കാർ ക്യാമ്പസ് നിൽക്കുമ്പോഴും അതിന്റെ പ്രൗഢിയും ഒന്നും വിളിച്ചോതുന്ന ഒരു കവാടം ഇവിടെയില്ല. ഒരു കവാടത്തിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് വെറുതെ നമ്മൾ അവിടെ വന്ന് പഠിക്കുന്ന സ്ഥലം മാത്രമല്ല, പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതും ക്ലാസ് മുറികൾ മാത്രമല്ല, ആ ക്യാമ്പസിലെ ഓരോ നിമിഷങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു കവാടം, ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു കവാടം MLA ഫ്രണ്ടിൽ ഇവിടെ ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അതോടൊപ്പം ബോയ്സ് ടോയ്ലറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നവീകരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. റൂസയുടെ ഫണ്ട് നമ്മുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ കോളേജിലെ അധ്യാപകരുടെയും ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെയും പ്രവർത്തന ഫലമായിട്ടും സർക്കാരിന്റെ ഇടപെടലിന്റെ ഫലമായിട്ടുമാണ് റൂസയുടെ ഫണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാക്കുകയും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. ലേഡീസ് കമ്മ്യൂണിറ്റി സെന്റർ ഈ കാലഘട്ടത്തിലാണ് നടന്നത്. പട്ടാമ്പി കോളേജിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന് നേരത്തെ പ്രഖ്യാപിച്ചു. അതിന്റെ ഏതാണ്ട് മറ്റെല്ലാ പ്രവർത്തനങ്ങളും നടന്ന് ഇപ്പോൾ അത് ആരംഭിക്കാനുള്ള സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം സംസ്കൃത ബ്ലോക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. ഇവിടെ MSc സുവോളജി പുതിയൊരു കോഴ്സ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കോഴ്സുകൾ കൂടി ആവശ്യമുണ്ട്. സയൻസ് ബ്ലോക്ക് ഇത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ട് അതിന് കൂടുതൽ കോഴ്സുകൾ ആവശ്യമാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്ററുമായി സംസാരിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ബഹുമാന്യനായ MLA ശ്രീ മുഹമ്മദ് മുഹസിൻ, ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ജോൺ ജെ, NAC കോർഡിനേറ്റർ ഡോക്ടർ HK സന്തോഷ്, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ബഹുമാന്യയായ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി O ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ശ്രീ TP ഷാജി, നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള മറ്റ് ബഹുമാന്യരെ, ബഹുമാന്യായ ചിത്ര ടീച്ചർ ഉൾപ്പെടെ പൂർവാധ്യാപകരും ഈ കലാലയത്തിന്റെ അഭ്യുദയകാംക്ഷികളുമായി ഇവിടെ സമ്മേളിച്ചിട്ടുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വളരെ മഹിതവും സമുജ്വലവുമായിട്ടുള്ള പാരമ്പര്യവുമായി കഴിഞ്ഞ 120 വർഷങ്ങളായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സവിശേഷ സാന്നിധ്യമായി ജ്വലിച്ചു നിൽക്കുന്ന പട്ടാമ്പി ശ്രീ നീലകണ്ഠ സംസ്കൃത കോളേജിന് NAC അക്രഡിറ്റേഷന്റെ ഭാഗമായി A+ ലഭ്യമായ ഈ സുവർണ മുഹൂർത്തത്തിൽ ആ നേട്ടത്തെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഈ സുപ്രധാന നേട്ടത്തിലേക്ക് കലാലയത്തെ നയിച്ച ഈ കലാലയത്തിലെ പൂർവാധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അഭ്യുദയകാംക്ഷികളും എല്ലാവരും ചേരുന്ന കലാലയ കുടുംബത്തെ നിറഞ്ഞ ഹൃദയത്തോടെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ ഗുണനിലവാര വർധനവിന്റെ ഉത്തമമായിട്ടുള്ള സാക്ഷ്യപത്രമായിട്ടാണ് ഈ NAC അക്രഡിറ്റേഷൻ A+ നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായ ഒരു കാര്യമാണ്. അതിന് ഞാൻ നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തുക കൂടി ചെയ്യുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശാക്തീകരണ പ്രക്രിയയുടെ ഭാഗമായി കൂടിയാണ് ഈ മുന്നേറ്റം നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നത്. ബഹുമാന്യനായ MLA
ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരള സർവകലാശാലയിൽ NAC A++, NAC AA+ നേടിക്കൊണ്ട് വലിയ അംഗീകാരമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ചാർത്തി തന്നിട്ടുള്ളത്. ഇതിനകം 4 സർവകലാശാലകൾക്ക് NIRF റാങ്കിങ്ങിൽ ആദ്യ 100 സ്ഥാനങ്ങൾക്കുള്ളിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 19 കലാലയങ്ങൾ NIRF റാങ്കിങ്ങിൽ ആദ്യ 100 റാങ്കുകൾക്കുള്ളിൽ വരുന്നുണ്ട്. ആ നിലയിൽ നിലവിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ വളരെ ഗുണകരമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനമാണ് സർക്കാരും സമൂഹവും അക്കാദമിക് കമ്മ്യൂണിറ്റിയും എല്ലാവരും ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമുഖങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നാം ഏവരും ഏറ്റെടുക്കുന്നുണ്ട്. നമ്മുടെ ബജറ്റിൽ 1000 കോടി രൂപയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആദ്യം പരാമർശിച്ചിട്ടുള്ളത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയാണ് എന്നുള്ളത് നിങ്ങൾ ഏവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഇവിടെ നടപ്പാക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും അക്കാദമിക് ഗുണമേന്മയും ഒക്കെ വലിയ തോതിൽ വർദ്ധിക്കുകയുണ്ടായി. അന്തർദേശീയ തലത്തിൽ തന്നെ കേരളത്തിൽ പുരസ്കാരങ്ങൾ എത്തുകയുണ്ടായി. വലിയ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. തുടർന്ന് ഈ സർക്കാർ ഒന്നാമത് മുൻഗണന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് നൽകുന്നത് എന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തോട് നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ശ്രദ്ധാപൂർവമായിട്ടുള്ള ജാഗ്രത ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ട്. കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ മേഖലയിൽ വലിയ മുന്നേറ്റം തന്നെ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാന്യനായ MLA ഇവിടെ എണ്ണി പറഞ്ഞ ഈ കലാലയത്തിലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഇത് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ സയൻസ് ബ്ലോക്ക് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച സയൻസ് ബ്ലോക്കുകളിൽ ഒന്നായി പണി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. റൂസ ഫണ്ട് ഉപയോഗിച്ചും കിഫ്ബി പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ചും ഏറ്റവും നല്ല നിലയിൽ സംസ്ഥാന പ്ലാൻ വിഹിതം ഉപയോഗിച്ചും ഒക്കെ തന്നെ നിരവധിയായിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബുകൾ ഉൾക്കൊള്ളുന്ന സയൻസ് ബ്ലോക്കുകളും ലൈബ്രറി കെട്ടിടങ്ങളും അക്കാദമിക് ബ്ലോക്കുകളും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾക്കൊള്ളുന്ന അക്കാദമിക് ബ്ലോക്കുകളും ഒക്കെ തന്നെ ഈ സന്ദർഭത്തിൽ നമുക്ക് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ബജറ്റിൽ ഇൻക്യുബേഷൻ സെന്ററുകളും ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്ററുകളും ഒക്കെ തന്നെ ഗണ്യമായ നീക്കിയിരിപ്പോടെ ഏറ്റവും പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇൻക്യുബേഷൻ സെന്ററുകൾ എന്നാൽ നമ്മുടെ യുവജനങ്ങൾക്ക്, അതായത് ജീവിതത്തിലെ ഏറ്റവും സർഗാത്മകമായ യൗവന കാലത്ത് യുവ മസ്തിഷ്കങ്ങളിൽ വിരിയുന്ന അത്യന്തം നൂതനങ്ങളായ ആശയങ്ങളെ അടവച്ച് വിരിയിച്ച് ചിറക് നൽകി വൈജ്ഞാനിക ആകാശങ്ങളിലേക്ക്, അനന്തമായ വിധാനങ്ങളിലേക്ക് സ്വച്ഛന്തമായി അവരെ പറത്തിവിടാനുള്ള കേന്ദ്രങ്ങളാണ് ഇൻക്യുബേഷൻ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത്. അതാണ്. അതുപോലെ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്ററുകൾ എന്നാൽ സൈദ്ധാന്തികമായ അന്വേഷണങ്ങളെ റിസർച്ചിലൂടെ നമ്മൾ മുന്നിൽ കൊടുക്കുന്നത് വലിയ രീതിയിലുള്ള സൈദ്ധാന്തികമായ പഠനങ്ങൾക്കായിരുന്നു നേരത്തെ എങ്കിൽ അതിന് പ്രായോഗിക രൂപം നൽകുന്ന വിധത്തിൽ സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങളെ കലാലയങ്ങളുടെ മതിൽക്കെട്ടിന് പുറത്തുള്ള സമൂഹത്തിന്റെ മൂർത്തമായ ആവശ്യങ്ങളുമായി സംയോജിപ്പിക്കുന്ന പ്രായോഗിക തലത്തിലേക്ക് പരാവർത്തനം ചെയ്യുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്ററുകൾക്കും വലിയ രീതിയിൽ പണം നീക്കിവെച്ചിട്ടുണ്ട്. ഇൻക്യുബേഷൻ സെന്ററുകളൊക്കെ എല്ലാ കലാലയങ്ങളിലും ഉണ്ടാകണം എന്നാണ് നാം ഇപ്പോൾ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ ഗവൺമെന്റ് തെരഞ്ഞെടുത്തിട്ടുള്ള സെന്റർ ഓഫ് എക്സലൻസ് എന്ന പദവി തന്നെയുള്ള ഈ കലാലയത്തിന് ഈ കാര്യങ്ങളിലൊക്കെ വളരെ ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ കുട്ടികളുടെ ഏറ്റവും മൗലികമായിട്ടുള്ള സവിശേഷ വാസനകളെ, അഭിരുചികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സ്വച്ഛന്തവും
എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ചെയ്ത് പഠിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് പ്രായണ കുറവായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രവൃത്തിയെയും പഠനത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട്, തൊഴിലിനെയും വിദ്യാഭ്യാസത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ കരിക്കുലം ഡിസൈനിങ്ങിലേക്ക് നാം പോകുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ ഏൺ വൈ യു ലേൺ എന്നുള്ള പദ്ധതി കലാലയങ്ങളിൽ മെല്ലെ മെല്ലെ നടപ്പാക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് സമൂഹത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ സ്വന്തം ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവ വ്യാവസായികമായ രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന കൊച്ചു സ്റ്റാർട്ടപ്പ് യൂണിറ്റുകൾ കലാലയങ്ങളിൽ തന്നെ ആരംഭിച്ചുകൊണ്ട് ഒക്കെ തന്നെ തൊഴിലിലേക്ക് പോകാവുന്ന വിധത്തിൽ വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു സമീപനം കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ട്. മുഴുവനായി എല്ലാവരും അതിലേക്ക് പോകുക എന്നുള്ളതല്ല, പക്ഷേ സംരംഭകത്വ താല്പര്യമുള്ള കുട്ടികളെ ഇന്നത്തെ ലോക സാഹചര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പരമ്പരാഗതമായിട്ടുള്ള സാമ്പ്രദായിക കോഴ്സുകൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേണ്ടത്ര തൊഴിലവസരങ്ങൾ ഇല്ലാതെ വരുന്നു എന്നുള്ള പരിമിതി മറികടക്കാനാണ് കുട്ടികളുടെ സംരംഭകത്വ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് കരുതുന്നത്. അപ്പോൾ തീർച്ചയായും തൊഴിലന്വേഷകരായി വലഞ്ഞു നിൽക്കാതെ മറ്റുള്ള കുട്ടികൾക്ക് കൂടി തൊഴിൽ നൽകാൻ കഴിയുന്നവരായി, തൊഴിൽ സൃഷ്ടാക്കളും തൊഴിൽ ദാതാക്കളുമായി വളരാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. ആ നിലയിൽ അവരെ ഉദ്ദീപിപ്പിക്കുക, അവർക്ക് പ്രചോദനം നൽകുക എന്നുള്ളതാണ് അധ്യാപകരുടെ ഈ സന്ദർഭത്തിലുള്ള ഉത്തരവാദിത്തം. അസാപ്പ് പോലുള്ള സെല്ലുകൾ വളരെ ശ്ലാഘനീയമായ രീതിയിലാണ് ഈ കോളേജിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. അല്ലേ? പ്രവർത്തിക്കുന്നില്ലേ? അസാപ്പ് ഇപ്പോൾ 103 തൊഴിലധിഷ്ഠിത സ്കിൽ കോഴ്സുകൾ പരിശീലിപ്പിക്കുന്നുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്കിൽ ഡെവലപ്മെന്റിനുള്ള പരിപാടികൾ അസാപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. കുട്ടികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കലാലയ നേതൃത്വം ചെയ്യേണ്ടത്. തീർച്ചയായും ആ ഇന്നോവേഷൻസിനെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക ഘടനയിൽ തന്നെ വരുത്താൻ കഴിയും. ഇതിന്റെ ഭാഗമായിട്ടാണ് 500 നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യ ഗഡുവായിട്ട് 77 യുവ ഗവേഷകർക്ക് കേരളത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവേഷണം നടത്തുന്നതിന് വേണ്ടി പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ലഭ്യമാകാവുന്ന തരത്തിലുള്ള ഫെലോഷിപ്പ് നൽകുകയാണ്. 77 പേരെ ഇതിനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടമായിട്ട് PhD വിദ്യാർത്ഥികൾ, ഗവേഷക വിദ്യാർത്ഥികളായി കടന്നു വരുന്നവർക്ക് തന്നെ ഇത്തരത്തിലുള്ള ഫെലോഷിപ്പ് നൽകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പൊ ആയുർവേദം, കൃഷി, വ്യവസായം, മറ്റ് ഉത്പാദന മേഖലകൾ, അങ്ങനെ കേരളത്തിന്റെ അടിസ്ഥാന മേഖലകളിൽ അന്വേഷണങ്ങൾ കൊണ്ടുപോവുകയും കേരളത്തിന്റെ സാമ്പത്തിക ഘടനയുടെ വിപുലീകരണത്തിന് സംഭാവന ചെയ്യുകയും ചെയ്യാൻ കഴിയുന്ന ഗവേഷക പ്രൊജക്ടുകളിലേക്ക് കുട്ടികൾക്ക് പോകാൻ കഴിയുന്ന ഉത്തേജനമാണ് ഇതിന്റെ ഭാഗമായിട്ട് ലഭ്യമാകുക. നമുക്ക് കേരളത്തിലുള്ള വലിയ ഒരു അപര്യാപ്തത, നമ്മുടെ മികച്ച മസ്തിഷ്കങ്ങൾ പലപ്പോഴും വിദ്യാഭ്യാസ അവസരങ്ങളും തൊഴിലവസരങ്ങളും തേടി വിദേശങ്ങളിലേക്കോ ഇതര സംസ്ഥാനങ്ങളിലേക്കോ പോകുന്ന പ്രവണതയാണ്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും പ്രതിഭാശാലികളായ കുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗുണപരമായി വളർത്തണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെങ്കിലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നല്ല പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥാപനമാണ് ഇത് എന്നുള്ളത് എനിക്ക് ഏറെ അഭിമാനകരമായ രീതിയിൽ നിങ്ങളോട് സൂചിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ പദ്ധതികളുടെയും ആനുകൂല്യം നേടിയെടുക്കാൻ വളരെ മിടുക്കരായ JNU പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനുഭവമുള്ള നമ്മുടെ MLA നമ്മോടൊപ്പം ഉണ്ട്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉണ്ട്, വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള നമ്മുടെ പൂർവ്വ അധ്യാപകരുണ്ട്, ടീച്ചറൊക്കെ ഉണ്ട്. എല്ലാവരുടെയും സഹായത്തോടെ നിങ്ങൾ അതെല്ലാം നേടിയെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പട്ടാമ്പി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് സവിശേഷമായ ഒരു
സൂക്ഷ്മമായിട്ടുള്ള സംവേദനക്ഷമതയുള്ള സ്പർശങ്ങളാണ് ഈ കലാലയത്തിനുള്ളത്. അതിനെയാണ് നമ്മൾ വികസിപ്പിക്കേണ്ടത്. ഈ നാടിന്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും പരിഹാരം കാണാനും ആ സമൂഹത്തോടൊപ്പം നിൽക്കാനും തയ്യാറുള്ള കുട്ടികളെ നമ്മൾ ഉത്പാദിപ്പിക്കുമ്പോഴേ അത് യഥാർത്ഥ കലാലയമാകുന്നു. ആ ദിശയിൽ ഈ കലാലയത്തിന് വലിയ സാധ്യതകളുണ്ട്. ഇവിടെ നടന്നു വരുന്ന കവിതയുടെ കാർണിവൽ എന്ന പരിപാടി നമ്മുടെ നാക് അക്രഡിറ്റേഷന്റെ സമയത്ത് വളരെയധികം അംഗീകാരം നേടിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ തന്നെ അതിൽ പങ്കെടുക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് പക്ഷെ വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അടുത്ത സുഹൃത്തുക്കളുടെ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ അതുപോലെ നേരിട്ടുള്ള പറച്ചിലൂടെ അതിനെക്കുറിച്ച് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം പരിപാടികളൊക്കെ തീർച്ചയായും കുട്ടികളുടെ സർഗവാസനകൾ നല്ല നിലയിൽ പരിപോഷിപ്പിക്കും. ഭാഷാപരമായ പഠനത്തിനും സാഹിത്യത്തിനും ഒക്കെ തന്നെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരുപക്ഷെ ഉൽപ്പത്തിയുടെ കാലത്ത് തന്നെ സ്വാംശീകരിച്ചിട്ടുള്ള വലിയ ലക്ഷ്യമുള്ള ഒരു കലാലയമാണിത്. അതോടൊപ്പം തന്നെ നമുക്ക് നവ ജനറേഷൻ കോഴ്സുകളായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള കോഴ്സുകൾ കൂടി നമുക്ക് സമീപകാലത്ത് നടപ്പാക്കാൻ കഴിയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും നമുക്ക് അതിനെ പരിശ്രമിക്കണം. കൂടുതൽ സയൻസ് വിഷയങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റേണ്ടതുണ്ട്. ഇന്നത്തെ കാലം 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകം ഉയർത്തുന്ന വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ നമ്മുടെ കുട്ടികളെ നമുക്ക് ഒരുക്കാൻ കഴിയണം. അതിനെ മാറി മാറി വരുന്ന പുത്തൻ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ റപ്ചർ വിവര വിസ്ഫോടനത്തിന്റെ ഈ യുഗത്തിൽ അതിന്റെ എല്ലാ സാധ്യതകളും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികളായിട്ട് നമുക്ക് അവരെ രൂപീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിന്റെ മേലെ മനുഷ്യ നിർമ്മിത മസ്തിഷ്കം മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലത്ത് അത്തരം സാധ്യതകളെ കുറിച്ച് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിത്യജീവിതത്തിലേക്ക് അടക്കം അതിനെ പരാവർത്തനം ചെയ്യാനുള്ള പ്രതിഭ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഈ ഉത്തരാധുനിക സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ കേരള സമൂഹത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതായത് നാം ഒരു നവവൈജ്ഞാനിക സമൂഹമായി സ്വയം പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ, നവകേരള സൃഷ്ടിയുടെ ഭാഗമായി നവകേരളം എന്ന് പറയുമ്പോൾ സമഭാവനയിൽ അധിഷ്ഠിതമായിട്ടുള്ള നവകേരളമാണ്. നമ്മളെന്നും സാമൂഹ്യ നീതി സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സമൂഹം തന്നെയാണ്. ആ സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വിപണിയുടെ ലോജിക്കിന് കീഴ്പ്പെടാതെ ഇൻഡസ്ട്രിയുടെ താല്പര്യങ്ങളുടെ പിന്നാലെ പോകാതെ എന്നാൽ ഇൻഡസ്ട്രിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള വിപുലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളീയ സമൂഹത്തിൽ സംഭവിക്കുമാറ് കേരളീയ ജനതയുടെ ജീവിതത്തെ എല്ലാ നിലയിലും പുരോഗതിയിലേക്കും സ്വാസ്ഥ്യത്തിലേക്കും ശാന്തിയിലേക്കും നയിക്കാവുന്ന രീതിയിലുള്ള പുത്തനായ കണ്ടുപിടുത്തങ്ങളിലേക്ക് അറിവിന്റെ കവചം നൽകിക്കൊണ്ട് അതിസാധാരണക്കാരായ ആളുകളെ പോലും വൈജ്ഞാനികമായി കരുത്ത് നൽകിക്കൊണ്ട് ഒരു പുതിയ വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് ഒരു ബദൽ വൈജ്ഞാനിക സമൂഹമാണ്. നമ്മുടെ ലോകത്തിന്റെ മുൻപിൽ ഒരുപാട് ബദലുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരള മോഡൽ വികസന സങ്കല്പം. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമഗ്ര വികസനം എന്ന നമ്മുടെ കാഴ്ചപ്പാട്. ആ തിളങ്ങുന്ന കേരള മോഡലിന്റെ തിളങ്ങുന്ന 2ാം അധ്യായമായിട്ടാണ് ഈ ജനപക്ഷ ബദലായിട്ടുള്ള നോളജ് സൊസൈറ്റി, ജനപക്ഷ വൈജ്ഞാനിക സമൂഹം നാം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഈ സമൂഹത്തിലെ ഓരോ മനുഷ്യരും അംഗങ്ങളാണ്, കുടുംബശ്രീ സഹോദരിമാരൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിന്റെ നേതൃനിരയിൽ നിൽക്കാനുള്ള ഉത്തരവാദിത്തം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നയിക്കുന്നവർക്കാണ്. അപ്പൊ നേരത്തെ നാം പറഞ്ഞ ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള വിപര്യത്തിന് പകരം ബ്രെയിൻ ഗെയിൻ എന്നുള്ളത് നമുക്ക് പകരം വയ്ക്കാൻ കഴിയണം. മികച്ച മസ്തിഷ്കങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ ഹബ്ബായിട്ട് കേരളത്തെ മാറ്റിയെടുക്കണമെന്നാണ് നമ്മൾ നിരന്തരം കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാരും സമൂഹവും അക്കാഡമിക്
അറിയിക്കുന്നു. ഞാൻ A+ നേടിയ ഈ സവിശേഷ സന്ദർഭം അടയാളപ്പെടുത്തിയതായിട്ട് സസ്നേഹം അറിയിക്കുന്നു.